hired. Welcome to Master Key Academy. അപ്പോൾ നമ്മള് റിസർച്ച് ഓഫീസറിന്റെ എക്കണോമിക്സിലെ യൂണിറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം റിസർച്ച് ഓഫീസറിന്റെ സിലബസിലെ സെക്കൻഡ് പാർട്ട് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിന് മാക്സിമം നമുക്ക് 30 മാർക്സ് ആണ് ടോട്ടലി സെക്യൂർ ചെയ്യാനായിട്ട് സാധിക്കുക. എക്കണോമിക്സിനെ തന്നെ പാർട്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എക്കണോമിക്സിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ യൂണിറ്റിനെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ യൂണിറ്റിനകത്ത് പ്ലാനിംഗ് ആൻഡ് കേസ് ഫോർ സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ ആൻഡ് കേരള. കേരളത്തിലെ പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ അറിയണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ അറിയണം. നമ്മളെ കേരള ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിനെ കുറച്ചും കൂടെ പ്രാധാന്യത്തോട് കൂടിയിട്ട് നോക്കി കാണേണ്ടതുണ്ട്. അപ്പൊ പ്ലാനിംഗ് ആൻഡ് ദി കേസ് ഫോർ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഇൻ ഇന്ത്യയും കേരളത്തിലെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അത് നിങ്ങൾ ഓർത്തി വെക്കുക. പഞ്ചായത്ത് രാജ് ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഈ ഫിനാൻസ് കമ്മീഷൻ പഠിക്കുമ്പോൾ നേരത്തെ നമ്മൾ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ യൂണിയൻ ഗവൺമെന്റിന്റെ ഫിനാൻസ് കമ്മീഷൻസും പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കേരളയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചും അതിന്റെ ചെയർമാൻസിനെ കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ധാരണ, എസ്പെഷ്യലി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് ആർട്ടിക്കിളിലാണ് ഇത് മെൻഷൻ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അതിൽ ഫിസിക്കൽ ഡെവല്യൂഷൻ എങ്ങനെയാണ് വരുന്നത്, എത്ര ഷെയർ ആണ് വരുന്നത്, ഓരോ ഫിനാൻസ് കമ്മീഷന്റെയും റെക്കമെൻഡേഷൻ എങ്ങനെയായിരുന്നു, ആ റെക്കമെൻഡേഷനിലെ ഡെവല്യൂഷൻ എങ്ങനെയാ വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പഠിക്കേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ഇപ്പം ഇന്ത്യനെ സംബന്ധിച്ച് ഇപ്പോൾ 15th ഫിനാൻസ് കമ്മീഷനാണ് നിലവിലുള്ളത്. അപ്പൊ 15th ഫിനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ആ റിപ്പോർട്ടിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് അതായത് കൊണ്ട് തന്നെ അതിനകത്ത് ഡെവല്യൂഷൻ എങ്ങനെയാ വരുന്നത്, പോപ്പുലേഷന്റെ ഷെയർ എത്രയാണ്, ഏതൊക്കെ മാനദണ്ഡത്തിനനുസൃതമായിട്ടാണ് നമ്മൾ ടാക്സ് ഡിവൈഡ് ചെയ്യപ്പെടുന്നത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതിനകത്തൊരു ധാരണ ഉണ്ടാക്കേണ്ടത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും മനസ്സിലാക്കുക, കേരളത്തിനെ ഊന്നൽ കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കണം. ഇന്ത്യയോടൊപ്പം തന്നെ കേരളത്തെയും കുറിച്ച് പഠിക്കണം. കേരളത്തിന് കുറച്ചും കൂടെ ഒരു എംഫസൈസ് നിങ്ങൾ നൽകണം. ദെൻ ബജറ്റിനെ കുറിച്ച്, എസ്പെഷ്യലി നമ്മുടെ ബജറ്റിന്റെ ആ ഒരു ഡോക്യുമെന്റ് മാത്രമല്ല, എങ്ങനെയാണ് ബജറ്റിന്റെ പ്രിപ്പറേഷൻ മുതൽ ഇങ്ങോട്ട് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, നോക്കേണ്ടതുണ്ട്. എങ്ങനെ ഒരു ബജറ്റ് ക്രമപ്പെടുത്തുന്നു, എങ്ങനെ ഒരു ബജറ്റ് നിലവിൽ വരുന്നു, ആ ബജറ്റിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഏതിലേക്ക് പോവാൻ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബജറ്റ് ഡോക്യുമെന്റിലേക്ക് പോവാൻ. നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് കോൺസെപ്റ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ് നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എക്കണോമിക്സിന്റെ കോർ തന്നെ ആയതുകൊണ്ട് തന്നെ, ബേസിക് തന്നെ ആയതുകൊണ്ട് തന്നെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ്. നമ്മൾ റിസർച്ച് ഓഫീസറിന്റെ കേസിലായാലും, മുൻപത്തെ റിസർച്ച് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നിങ്ങൾക്ക് നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട ഒബ്വിയസ്ലി നാഷണൽ ഇൻകം എന്താണ് അറിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആ കോൺസെപ്റ്റിലേക്ക് പോവാം. നമുക്കറിയാം നാഷണൽ ഇൻകത്തിന് പല ഡൈവേഷൻസ് ഉണ്ട് അല്ലെ, NNP, GDP, GNP. അപ്പൊ ഇത് ഒന്നിൽ നിന്നും മറ്റൊന്ന് കണ്ടെത്തുന്ന വിധം, അതാണ് മെയിൻ ആയിട്ടും അവിടെ വരുന്നത്. അപ്പൊ അത് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താണ് GNPയും NNPയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, GNPയും GDPയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, NNPയും NDPയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അവിടെ ഫാക്ടർ കോസ്റ്റ് വരുന്നുണ്ട്, മാർക്കറ്റ് പ്രൈസ് വരുന്നുണ്ട്. ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്താണ്, ഡിപ്രീസിയേഷൻ എവിടെ ആഡ് ചെയ്യണം, എവിടെ ലെസ് ചെയ്യണം. ഇത്തരത്തിലുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വന്നാൽ, നമ്മളുടെ ഈ ക്ലാസ്സിനകത്ത് ആ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എവിടെ എങ്ങനെ ചോദിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ്. പക്ഷെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനമായും വരുമെന്ന് ഉറപ്പുള്ള ഒരു ഏരിയയും കൂടെയാണ് നാഷണൽ ഇൻകത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്. Then primary, secondary and tertiary sectors of Indian economy and their contribution towards GDP. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ വരേണ്ട ഒരു ഏരിയയാണ് അത്. നമ്മുടെ GDPയുടെ വളർച്ച എത്രത്തോളമാണ്, ആ GDPയുടെ ഓവറോൾ വളർച്ചയോടൊപ്പം തന്നെ നമ്മൾ പ്രൈമറി സെക്ടറിനെയും സെക്കൻഡറി സെക്ടറിനെയും ടേഴ്ഷ്യറി സെക്ടറിനെയും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് പ്രൈമറി സെക്ടർ GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്, എത്രത്തോളമാണ് സെക്കൻഡറി സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്, എത്രത്തോളമാണ് ടേഴ്ഷ്യറി സെക്ടർ
കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദെൻ അതിൽ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ ഇക്കോണമിയുടെ ഒരു സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ സംഭവിച്ചു? ഇപ്പൊ 1950s മുതൽ 2025 നമ്മൾ എത്തി നിൽക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി മൂവ് ചെയ്തുകൊണ്ടിരുന്നത്? എന്തായിരുന്നു പ്രൈമറി സെക്ടറിന്റെ കണ്ടീഷൻ അന്നത്തെ കാലത്ത്? ഇന്നത്തെ കാലത്ത് എന്താണ് കണ്ടീഷൻ? അത് വളരെയാണോ അതോ തളരെയാണോ എന്ന് നോക്കേണ്ടതുണ്ട്. സെക്കൻഡറി സെക്ടറും ടേഷ്യറി സെക്ടറും അതുപോലെ തന്നെയാണ്. ഇന്ത്യയുടെ കേസ് ആയാലും കേരളയുടെ കേസ് ആയാലും നമ്മൾ എന്ത് ചെയ്യപ്പെടേണ്ടതുണ്ട്, നോക്കേണ്ടതുണ്ട്. ദെൻ കമ്പോസിഷൻ ഓഫ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓഫ് കേരള, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓഫ് കേരള എന്ന് പറയുന്നത്, അതായത് കേരളത്തിന്റെ GDP നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നോക്കിക്കാണേണ്ടതുണ്ട്. ഇന്ത്യയുടെ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്സറി സെക്ടർ നോക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്തും കൂടെ നോക്കേണ്ടതുണ്ട്, യെസ്, കേരളത്തിന്റെ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP യെ കുറിച്ചും GNP യെ കുറിച്ചും ഒക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ദെൻ സക്സസ് ആൻഡ് ഫെയിലിയർ ഓഫ് പ്ലാനിങ് ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ പ്ലാനിങ്, ഇന്ത്യൻ ഇക്കോണമിയുടെ പ്ലാനിങ് മേഖലയ്ക്ക് നമ്മൾ ഒരുപാട് പല രീതിയിലുള്ള പ്ലാനിങ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബോംബെ പ്ലാന്, ഗാന്ധിയൻ പ്ലാന്, പീപ്പിൾസ് പ്ലാന്, നവോദയ, ഇങ്ങനെ ഒരുപാട് പ്ലാനിങ്സ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു 5-year പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം പ്ലാൻസിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇന്ത്യൻ ഇക്കോണമിക്ക് എത്രത്തോളം സക്സസ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് എന്തെങ്കിലും ഫെയിലിയേഴ്സ് സംഭവിച്ചിട്ടുണ്ടോ, ഇതൊക്കെ നോക്കി കാണേണ്ടതുണ്ട്. അപ്പൊ ഈ യൂണിറ്റിനകത്തും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഏരിയ മറികടക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ, ഒറ്റ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. അപ്പൊ ഇനി നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഇതിനെ നമ്മൾ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് സെഷൻ വൈസ് ആയിട്ട് മുന്നോട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ പ്ലാനിങ്ങിനെ കുറിച്ച്, ഇന്ത്യയുടെ പ്ലാനിങ്ങിനെ കുറിച്ചും കേരളത്തിന്റെ പ്ലാനിങ്ങിനെ കുറിച്ചും അതിന്റെ ഉത്ഭവത്തെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ടത് എങ്ങനെ പഞ്ചായത്ത് രാജിലേക്ക് വന്നു, പിന്നെ ഇങ്ങോട്ട് ഫിനാൻസ് കമ്മീഷന്റെ ധർമ്മത്തിലേക്ക് നമ്മൾ അങ്ങനെ നീണ്ടു പോവാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പ്ലാനിങ്ങിനെ കുറിച്ച്, ഇന്ത്യയുടേതായാലും കേരളത്തിനെ കുറിച്ചായാലും ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ ആണല്ലോ, റെഡി ആണല്ലോ? യെസ്, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതാ ഫസ്റ്റത്തെ ആ ഒരു ഭാഗമാണ്, പ്ലാനിങ് ആൻഡ് ദി കേസ് ഫോർ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഇൻ ഇന്ത്യ ആൻഡ് കേരള. അതിൽ പഞ്ചായത്ത് രാജ്, ഫിനാൻസ് കമ്മീഷൻസ് ആൻഡ് ഫിസിക്കൽ ഡെവല്യൂഷൻ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആദ്യമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കൂ, പ്ലാനിങ് ആൻഡ് ദി കേസ് ഫോർ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഇൻ ഇന്ത്യ ആൻഡ് കേരള. അപ്പൊ ഇതിന്റെ ആ ഒരു എവല്യൂഷൻ എങ്ങനെയാണെന്നാണ് ആദ്യം നമ്മൾ അവിടെ പഠിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം, പ്ലാനിങ് ഡെവലപ്മെന്റ് 1951 മുതൽ ഇങ്ങോട്ടാണ് ഒരു ഒഫീഷ്യലി നമുക്കൊരു പ്ലാനിങ് കമ്മീഷൻ നിലവിൽ വരികയും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒഫീഷ്യലി ഒരു പ്ലാനിങ് ഫസ്റ്റ് 5-year പ്ലാൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ, കുറച്ചും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ പ്രയർ ടു ദി ഇൻഡിപെൻഡൻസിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഒരു തരത്തിലുള്ള പല രീതിയിലുള്ള പ്ലാനിങ്സ് നമ്മളുടെ ഇക്കോണമി ഫേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 1951 മുതലാണ് ഒഫീഷ്യൽ ആയിട്ട് എന്ത് ചെയ്യുന്നത്, പ്ലാനിങ് കമ്മീഷൻ വരികയും അതിന്റെ ഭാഗമായിട്ട് ഒഫീഷ്യൽ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത്. പക്ഷെ അതിന്റെ മുന്നേ പലതരത്തിലുള്ള പ്ലാനിങ്സും നടന്നിട്ടുണ്ട്. ഏതൊക്കെയായിരിക്കും ആ പ്ലാനിങ്സ് നോക്കൂ. സെറ്റിംഗ് അപ്പ് ഓഫ് നാഷണൽ പ്ലാനിങ് കമ്മിറ്റി ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യം പ്ലാനിങ് കമ്മിറ്റി സെറ്റ് ചെയ്തു. 1938 ഒരു പ്ലാനിങ് കമ്മിറ്റി തന്നെ ആര് സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ അന്നത്തെ ഗവൺമെന്റ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്ന സമയമായിരുന്നു, അതിന്റെ അവസാന ഘട്ടമായിരുന്നു എന്നൊക്കെ അറിയാം. അപ്പം ആ സമയത്തൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യാണ്, ഭയങ്കര സ്ട്രെങ്തനായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അല്ലെ. 1938 സ്വതന്ത്രത്തോട് അടുക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് തന്നെ ഇന്ത്യൻ ഇക്കോണമിക്ക് വേണ്ടി, ഇന്ത്യൻ ഇക്കോണമിയുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യപ്പെട്ടു, നാഷണൽ പ്ലാനിങ് കമ്മിറ്റി, കേട്ടോ, കമ്മീഷൻ അല്ല, നാഷണൽ പ്ലാനിങ് കമ്മിറ്റി എന്ത് ചെയ്യപ്പെട്ടു, രൂപീകരിച്ചു. പിന്നെ അതിനെ തുടർന്ന് അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് 1944 നമ്മുടെ ബോംബെ പ്ലാനും ഗാന്ധിയൻ പ്ലാനും ഒക്കെ നിലവിൽ വരുന്നത്. ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഗാന്ധിജിയുടെ ആദർശങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, ഗാന്ധിയുടെ പ്ലാൻ അല്ല അത്, ഗാന്ധിയൻ
ഗാന്ധിയൻ പ്ലാൻ എന്ന് പേരിൽ ഗാന്ധിയുടെ ആദർശങ്ങളെ മുൻനിർത്തി ഒരു കൂട്ടം ആളുകൾ ചേർന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഗാന്ധിയൻ പ്ലാന്. ദെൻ പീപ്പിൾസ് പ്ലാൻ ഇൻ 1945. അതിനെ തുടർന്നാണ് 1945 പീപ്പിൾസ് പ്ലാൻ നിലവിൽ വരുന്നത്. ദെൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സർവോദയ പ്ലാൻ 1950 വരുന്നു. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ പ്ലാൻ ചെയ്തിട്ടുള്ള സർവോദയ പ്ലാൻ നിലവിൽ വരുന്നു. ഇത്തരത്തിലൊരു എവല്യൂഷൻ ആർക്കുണ്ട്? ആക്ച്വലി നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന് ഉണ്ട്. അപ്പോൾ അറിയാം, സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുന്നു തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ ഇക്കോണമിക്കായിട്ട് ഇന്ത്യൻ ഇക്കോണമിയുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് പ്ലാനിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ നാഷണൽ ലീഡേഴ്സ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യം 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. 1944 ബോംബെ പ്ലാനും ഗാന്ധിയൻ പ്ലാനും നിലവിൽ വന്നു. 1945 പീപ്പിൾസ് പ്ലാൻ നിലവിൽ വന്നു. 1950 സർവോദയ പ്ലാന് നിലവിൽ വന്നു. ഓക്കെ ആണല്ലോ? ഇതിലെ ഓക്കെ ആണല്ലോ? ഇനിയാണ് ഇൻഡിപെൻഡൻസിന് ശേഷമാണ് തൊട്ടു പിന്നാലെ 1948 നമ്മൾ ഇന്ത്യ ഇൻഡിപെൻഡൻസ് അച്ചീവ് ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ 1951 മുതലാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാന് എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്? അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഇന്ത്യ തയ്യാറെടുത്തത് അല്ലെ? അതിന്റെ പ്രോസസ്സ് 1950 മാർച്ചിൽ തന്നെ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യപ്പെട്ടു? ഒരു പ്ലാനിംഗ് കമ്മീഷനെ തന്നെ രൂപീകരിച്ചു. ഒരു പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ചിൽ രൂപീകരിക്കപ്പെട്ടു. ഈ പ്ലാനിംഗ് കമ്മീഷനാണ് പിന്നെ എന്ത് ചെയ്യപ്പെടുന്നത്? പ്ലാനിങ്ങുകൾ നടത്തുന്നതും അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നതും. 1950 പ്ലാനിംഗ് കമ്മീഷൻ സെറ്റ് ചെയ്ത് പിന്നെ 1951 മുതൽ എന്ത് ചെയ്യപ്പെട്ടു? ഓരോ 5 വർഷത്തേക്കുമുള്ള പ്ലാനിങ്ങുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങി. അതിനെയാണ് നമ്മൾ 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്നത് അല്ലെ? ഓരോ 5 വർഷത്തേക്കുള്ള പ്ലാൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? അപ്പോൾ നമുക്കറിയാം, ആ ഒരു സമയം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ നമ്മളെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഒരു നമ്മളുടെ വെൽത്ത് ഒക്കെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി നമ്മൾ പാപ്പരായി നിൽക്കുന്ന അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ നിന്നും ഇന്ത്യയുടെ ഇന്ത്യയുടെ ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എന്തും സെറ്റ് ചെയ്തിട്ടുള്ളത്? പ്ലാനിങ്സുകൾ തുടർന്ന്. അപ്പൊ ഭാരിച്ച പേർപ്പസോ ഗോളോ ഒന്നും അന്നുണ്ടായിരുന്നില്ല. അന്നത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരുന്നു? നിലവിലുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ വാസ് ചാർജ്ഡ് വിത്ത് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് മേക്കിംഗ് അസസ്മെന്റ് ഓഫ് ഓൾ റിസോഴ്സസ് ഓഫ് ദി കൺട്രി, ഓഗ്മെന്റിംഗ് ഡെഫിഷ്യന്റ് റിസോഴ്സസ്, ഫോർമുലേറ്റിംഗ് പ്ലാൻസ് ഫോർ ദി മോസ്റ്റ് ഇഫക്റ്റീവ് ആൻഡ് ബാലൻസ്ഡ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ഡിറ്റർമിനിങ് പ്രയോറിറ്റീസ്. അപ്പൊ അത്തരത്തിലുള്ള ഈ ഒരു വേസ്റ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഇന്ത്യൻ ജനതയെ കരകയറ്റുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് പ്ലാനിംഗ് കമ്മീഷൻ സെറ്റ് ചെയ്തതും അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് 5 ഇയർ പ്ലാന് ഇംപ്ലിമെന്റ് ചെയ്തതും എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 1951 ലോഞ്ച് ചെയ്യുന്നു. 2 സബ്സീക്വന്റ് 5 ഇയർ പ്ലാൻസ് വർ ഫോർമുലേറ്റഡ് ടിൽ 1965. 1951 മുതൽ 5 വർഷത്തേക്ക് എന്ത് ചെയ്യപ്പെട്ടു? 5 വർഷത്തേക്ക് ഒരു പ്ലാന്. ദെൻ അതിനുശേഷം സെക്കൻഡ് 5 ഇയർ പ്ലാനും തേർഡ് 5 ഇയർ പ്ലാനും 1965 വരെ അങ്ങനെ പോയി. പക്ഷെ there was a break because of the ഇന്തോ-പാകിസ്ഥാൻ കോൺഫ്ലിക്ട്. നമുക്കറിയാം, അതിന്റെ തൊട്ട് മുന്നേ ഇൻഡിപെൻഡൻസിന് തൊട്ട് മുന്നേ എന്ത് ചെയ്യപ്പെട്ടു? ഇന്ത്യ-പാകിസ്ഥാൻ എന്ന് പറയുന്ന രണ്ട് ചേരികൾ, രണ്ട് രാജ്യങ്ങൾ വേണം. ഇന്ത്യയെ രണ്ടായി തിരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിരന്തരം കോൺഫ്ലിക്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ഒരു കോൺഫ്ലിക്ട്, അതൊരു വാറിലേക്ക് പോയ ഒരു മൈനർ വാറിലേക്ക് പോയൊരു സ്ഥിതിയായിരുന്നു 1966 ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 1965 നമുക്ക് എന്ത് ചെയ്യപ്പെട്ടു? നമ്മുടെ 5 ഇയർ പ്ലാനും സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. താൽക്കാലികമായിട്ടൊരു സ്റ്റോപ്പ് അവിടെ വന്നു, ഒരു ബ്രേക്ക് അവിടെ വരികയാണ്. അതുകൊണ്ട് തന്നെ 2 successive years of drought, devaluation of the currency, a general rise in prices and erosion of resources disrupted the planning process. And after 3 annual plans between 1966 and 69, so 66 മുതൽ 69 വരെയുള്ള 3 ഇയേഴ്സിൽ എന്ത് ചെയ്യണം? ഒരു ആനുവൽ പ്ലാൻ മാത്രമേ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളൂ. 5 വർഷത്തേക്ക് എന്ന് പറയാം, 5 വർഷത്തേക്ക് ഒരു പ്ലാൻ രൂപീകരിക്കാനുള്ള പൊളിറ്റിക്കലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ 1965 5 ഇയർ പ്ലാനിന് സ്റ്റോപ്പ് ഇട്ടിട്ട് ഒരു 3 വർഷത്തെ ഒരു
ഇയർ പ്ലാൻ ആണ് പിന്നീട് നിലവിൽ വന്നത്. പിന്നെ ആ ഒരു 1969 പിന്നെ 4th 5-year പ്ലാൻ നിലവിൽ വരുന്നത്. ആ ഒരു ബ്രേക്ക് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. എവിടെയാണ് ആ ബ്രേക്ക് വന്നത്? ആദ്യത്തെ 3 കഴിഞ്ഞിട്ട് 1966 മുതൽ 65 വരെ 3 5-year പ്ലാൻസ് വന്നു. 66 മുതൽ 66, 67, 68 നമുക്ക് എന്തായിരുന്നു? ഇയർ പ്ലാൻ ആയിരുന്നു, ആനുവൽ പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. 66 വർഷത്തേക്ക് ഒരു പ്ലാൻ, അങ്ങനെ പോയിട്ട് ദെൻ 1969 പിന്നെ 4th 5-year പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ത് ചെയ്യണം? 5 ഇയേഴ്സിന് അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് 8th പ്ലാനും പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, കുഡ് നോട്ട് ടേക്ക് ഓഫ് ഇൻ 1990. ആക്ച്വലി ഡ്യൂ ടു ദി ഫാസ്റ്റ് ചേഞ്ചിങ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിൽ ഒരു ചേഞ്ചിങ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വേഴ്സൺ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് 1990-കളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 1990 സ്റ്റാർട്ട് ചെയ്യേണ്ട 8ാമത്തെ പ്ലാൻ 5-year പ്ലാൻ എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല, ആ കറക്റ്റ് ടൈമിൽ ലോഞ്ച് ചെയ്യാനായിട്ട് ഗവൺമെന്റിന് പറ്റിയില്ല. അപ്പൊ അതിനും അവരൊരു സ്റ്റോപ്പ് വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ 1990, 91, 91, 92 ആ ഒരു ഇയർ പ്ലാൻ ആയിരുന്നു അപ്പോഴും നിലവിലുണ്ടായിരുന്നത്. അപ്പൊ ആദ്യം 3ാമത്തെ 5-year പ്ലാനിന് ശേഷം 4th 5-year പ്ലാൻ ടൈംലി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയില്ല. ദെൻ 8th 5-year പ്ലാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടൈംലി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് വേഗം ഓർത്തിരിക്കാം അല്ലെ, 4th കഴിഞ്ഞില്ല, പിന്നെ 4ാമത്തത് അല്ലെ, കറക്റ്റ് ആ ഓർഡറിലാണ് വന്നത്. 4th 5-year പ്ലാനിന് ശേഷം 8th 5-year പ്ലാൻ നമുക്ക് കറക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല. 4th 5-year പ്ലാൻ 3rd 5-year പ്ലാൻ കഴിഞ്ഞതിന് ശേഷം 4th 5-year പ്ലാനിന്റെ ഇടയിൽ 3 ബ്രേക്ക് വന്നു, 3 ആനുവൽ പ്ലാൻസ് വന്നു. അതുപോലെ തന്നെ 1990 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, പ്ലാൻ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല, 8th പ്ലാൻ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. നോക്കൂ, അപ്പൊ അതുകൊണ്ട് തന്നെ 8th 5-year പ്ലാൻ നമ്മൾ ലോഞ്ച് ചെയ്തത് എന്നാ 1992 നമുക്ക് എന്ത് ചെയ്യപ്പെട്ടത്, 8th 5-year പ്ലാൻ ലോഞ്ച് ചെയ്തത് എന്ന് ഓർത്തിരിക്കുക. നോക്കൂ, ഫോർ ദി ഫസ്റ്റ് 8 പ്ലാൻസ് ദി എംഫസൈസ് വാസ് ഓൺ ഗ്രോയിങ് പബ്ലിക് സെക്ടർ വിത്ത് മാസീവ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ബേസിക് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ്. നമ്മൾ ആദ്യത്തെ 8 5-year പ്ലാൻസ് എടുത്ത് നോക്കുമ്പോഴും അവിടെ നമുക്കൊരു പബ്ലിക് സെക്ടറിന് എംഫസൈസ് കൊടുത്തിട്ടുള്ള, പബ്ലിക് സെക്ടറിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ബേസിക് ആയിട്ടുള്ള ഹെവി ഇൻഡസ്ട്രീസിനൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട്, അത്തരത്തിൽ പബ്ലിക് സെക്ടറിന് പ്രാധാന്യം നൽകിക്കൊണ്ട്, ഇൻഡസ്ട്രീസിന്റെ കേസിൽ പബ്ലിക് സെക്ടറിനായിരുന്നു കൈകാര്യം, അപ്പർ ഹാൻഡ് ആയിരിക്കായിരുന്നു പ്രൈവറ്റ് സെക്ടറിന് മുകളിൽ, ഒരു പിടി മുകളിൽ ആര് നിൽക്കണം, പബ്ലിക് സെക്ടർ നിൽക്കണം. പബ്ലിക് സെക്ടർ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഓണർഷിപ്പ് ഉള്ള, ഗവൺമെന്റിന് ഓണർഷിപ്പ് നൽകിയിട്ടുള്ള ആ ഒരു സംഭവം, ആ ഒരു സെക്ടറിനെയാണ് നമ്മൾ പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പബ്ലിക് സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് സെക്ടർ എന്ത് കൊണ്ടുവരിക, ബേസിക് ഇൻഡസ്ട്രീസിനെയും ഹെവി ഇൻഡസ്ട്രീസിലൊക്കെ ആരാണ് മുൻതൂക്കം നൽകേണ്ടത്, പബ്ലിക് സെക്ടറിനായിരുന്നു ഫസ്റ്റ് 8 5-year പ്ലാൻ വരെ എന്തെഴുതിയിരുന്നത്, പ്രാധാന്യം നൽകിയിരുന്നത്. പക്ഷെ 1997 നമ്മൾ എന്ത് ചെയ്യപ്പെടുകയാണ്, 9th 5-year പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ മുതൽ എന്തായി, ദി എംഫസൈസ് ഓൺ ദി പബ്ലിക് സെക്ടർ ഹാസ് ബിക്കം ലെസ്. എന്ത് ചെയ്യപ്പെട്ടു, പബ്ലിക് സെക്ടറിന് എന്ത് ചെയ്യപ്പെടുകയാണ്, പബ്ലിക് സെക്ടറിന് പ്രാധാന്യം കുറയ്ക്കാണ്. നിങ്ങൾ LPG എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടിട്ടുണ്ടാവും അല്ലെ. 1990-കളിൽ ഇന്ത്യ എന്ത് ചെയ്യപ്പെട്ടു, കറക്റ്റ് പറയുകയാണെങ്കിൽ 1991 ഇന്ത്യ പുതിയ ന്യൂ എക്കണോമിക് പോളിസി അഡോപ്റ്റ് ചെയ്തു. ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുമ്പോൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന 3 തത്വങ്ങൾ, 3 നയങ്ങൾ ഇന്ത്യൻ ഇക്കോണമിയിൽ ആര് കൊണ്ടുവന്നു, യെസ്, ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവന്നു. അന്നത്തെ 1990-കൾ എന്ന് പറയുമ്പോൾ എല്ലാം കൊണ്ടും ഇന്ത്യ പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. എക്കോണമിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക്കലി താറടിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വേഴ്സൺ ആയതാണ് എക്കണോമിക് സിറ്റുവേഷനിലേക്ക് നയിച്ചത്. പക്ഷെ ആ വേഴ്സൺ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷനേക്കാൾ എത്രയോ വേഴ്സൺ ആയിട്ട് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ 1990-കളിൽ മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ കരകയറ്റാൻ വേണ്ടിയിട്ട് IMF-ഉം വേൾഡ് ബാങ്കും ഒക്കെ എന്ത് ചെയ്യപ്പെടുകയാണ്, പുതിയ നയം അഡോപ്റ്റ് ചെയ്യണമെന്ന് ഇന്ത്യയോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെയൊക്കെ അഡ്വൈസിന്റെയും റെക്കമെൻഡേഷന്റെയും അതിനേക്കാൾ ഉപരി അവരൊക്കെ ഫോഴ്സ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് LPG ഇന്ത്യൻ ഗവൺമെന്റ് എടുക്കുന്നത്. ആ LPG അതിൽ ലിബറലൈസേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രൈവറ്റൈസേഷനും നിങ്ങൾ ശ്രദ്ധിക്കണം. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദാരവൽക്കരിക്കുകയാണ്. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ്, ഈ പബ്ലിക് സെക്ടറിന് പ്രാധാന്യം കുറച്ചുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിന് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കേണ്ട നയം ഇന്ത്യൻ ഇക്കോണമി അഡോപ്റ്റ് ചെയ്യണമെന്ന് IMF-ഉം വേൾഡ് ബാങ്കും ഒക്കെ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. ആ നയം എടുക്കാൻ വേണ്ടിയിട്ട് ആര് നിർബന്ധിതമാവാണ്, ഇന്ത്യൻ ഗവൺമെന്റ് നിർബന്ധിതമാവാണ്. അപ്പോൾ അറിയണം, ഈ 1990-കളിൽ പിന്നീട് ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള LPG അപ്ലൈ ചെയ്തതിനു ശേഷം
വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 5-year പ്ലാൻ എന്ന് പറയുന്നത് 1997 9th 5-year പ്ലാൻ ആണ്. അപ്പോൾ ആ 9th 5-year പ്ലാനിൽ ഈ നയം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പബ്ലിക് സെക്ടറിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓർത്തിരിക്കേണ്ടത്, ആ LPGനെയും കൂടെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. 1997 9th 5-year പ്ലാൻ പ്രൈവറ്റ് ഇക്കോണമിക്ക്, പ്രൈവറ്റ് സെക്ടറിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു നയമാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, 8th 5-year പ്ലാൻ വരെ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള എംഫസൈസ് കൊടുത്തിരുന്നത് പബ്ലിക് സെക്ടർ ആണ് എന്നുണ്ടെങ്കിൽ 9th 5-year പ്ലാൻ മുതൽ എന്തിനാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്? നമ്മുടെ പ്രൈവറ്റ് സെക്ടറിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇനി നമുക്ക് ഓരോ 5-year പ്ലാനിനെ കുറിച്ചും പഠിക്കേണ്ടതില്ല, അങ്ങനെയൊന്നും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ നമ്മളുടെ അവസാനത്തെ 5-year പ്ലാൻ അല്ലെ, 12th 5-year പ്ലാൻ, അത് നിങ്ങൾ ഓർത്തിരിക്കണം. 12th 5-year പ്ലാനോട് കൂടി പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലാതാകുന്നു. പ്ലാനിംഗ് കമ്മീഷന് പകരം ആര് വരുന്നു? നീതി ആയോഗ് വരുന്നു. പിന്നീട് 5-year പ്ലാൻസ് എല്ലാം ഉള്ളത് ആനുവൽ പ്ലാൻസ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ അവസാനത്തെ 5-year പ്ലാൻ ആയിട്ടുള്ള 12th 5-year പ്ലാനിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ധാരണ വെക്കൽ അത്യാവശ്യമാണ്. എന്നത്തെ കാലത്തും അവസാനത്തെ 5-year പ്ലാൻ എന്ന് പറയുമ്പോൾ അത് 12th 5-year പ്ലാൻ ആണ്. അതിന്റെ വർഷം ആദ്യം നിങ്ങൾ ഓർത്തിരിക്കുക. സോ നമ്മുടെ 12th 5-year പ്ലാനിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് റാപ്പിഡ് ഇക്കണോമിക് ഗ്രോത്ത് ആണ്. അതോടൊപ്പം തന്നെ ഇക്കോണമിയെ സസ്റ്റൈനബിൾ ആയിട്ട്, ഇൻക്ലൂസീവ് ആയിട്ട് ഉള്ള ഒരു വളർച്ച, അല്ലാണ്ട് സസ്റ്റൈനബിൾ ആയിരിക്കണം പ്രധാനപ്പെട്ടതും, അതുപോലെ ഇൻക്ലൂസീവ് ആയിരിക്കണം. ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, നമ്മുടെ എല്ലാവരെയും എന്ന് പറയുമ്പോൾ നാനാവിധ ജനങ്ങളെയും ഉൾക്കൊള്ളണം. അതുപോലെ തന്നെ നമ്മളുടെ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ, ഈ 3 സെക്ടേഴ്സിനെയും എന്ത് ചെയ്യണം? ഒരുപോലെ ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ, എല്ലാത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ വളർച്ച എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടെ ആർക്കുണ്ട്? നമ്മുടെ 12th 5-year പ്ലാനിനും ഉണ്ട്. സോ ഓർത്തിരിക്കുക, 12th പ്ലാനിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് റാപ്പിഡ് ഇക്കണോമിക് ഗ്രോത്ത് ആണ്. ആ റാപ്പിഡ് ഇക്കണോമിക് ഗ്രോത്ത് എങ്ങനെ ആയിരിക്കണം? ഇൻക്ലൂസീവ് ആയിരിക്കണം, സസ്റ്റൈനബിൾ ആയിരിക്കണം. ഓക്കെ, ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എപ്പോഴും ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുള്ളതാണ്. അതായത് 12th 5-year പ്ലാനോട് കൂടിയിട്ട് നമ്മുടെ 5-year പ്ലാൻസ് എൻഡ് ചെയ്യാണല്ലോ. അതുകൊണ്ട് തന്നെ 12th 5-year പ്ലാനിന് നല്ലൊരു പങ്കുണ്ട് ഇതിൽ. 12th 5-year പ്ലാൻ എല്ലായ്പ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി നമ്മുടെ ഈ റിസർച്ച് ഓഫീസർ, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പോലുള്ള എക്സാംസിൽ ഇത്തരം ക്വസ്റ്റ്യൻ എപ്പോഴും വന്ന് കണ്ടിട്ടുണ്ട്. ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്, അത് ഏത് പ്ലാനിങ്ങിന്റെ, ഏത് 5-year പ്ലാനിന്റെ പേർപ്പസ് ആണ്, ഗോൾ ആണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 12th 5-year പ്ലാനിന്റെ പ്രധാനപ്പെട്ട ഗോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയും ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഓർത്തിരിക്കുക, ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത് ആരുടെ ഗോളാണ്? യെസ്, നമ്മുടെ 12th 5-year പ്ലാനിന്റെ ഗോളാണ്. അതില് ഇൻക്ലൂസീവ്നെസ്സിനെ എടുത്ത് ചോദിക്കാറുണ്ട്. ഇൻക്ലൂസീവ്നെസ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും? യെസ്, പോവേർട്ടി റിഡക്ഷൻ ഒന്നാമത്തെ കാര്യം. ദെൻ പ്രൊമോട്ടിംഗ് ഗ്രൂപ്പ് ഇക്വാലിറ്റി ആൻഡ് റീജിയണൽ ബാലൻസ്. റീജിയണൽ വൈസ് ആയിട്ടും അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ടും, അതായത് ഇൻഡിവിജ്വൽസിനെയൊക്കെ എന്ത് ചെയ്യാം? ഒരു ഇക്വാലിറ്റി കൊണ്ടുവരിക എന്നുള്ളത്, അത് എല്ലാ രീതിയിലും ഇക്വാലിറ്റി കൊണ്ടുവരുന്നിട്ട് ഇൻഇക്വാലിറ്റി എന്ത് ചെയ്യപ്പെടുക? റെഡ്യൂസ് ചെയ്യപ്പെടുക. ദെൻ പീപ്പിളിനെ എന്ത് ചെയ്യപ്പെടുക? എംപവർ ചെയ്യപ്പെടുക. എസ്പെഷ്യലി വീക്കർ സെക്ഷനെ നമ്മൾ എന്ത് ചെയ്യപ്പെടണം? എംപവർ ചെയ്യിപ്പിക്കണം. അതാണ് ഇൻക്ലൂസീവ്നെസ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അവിടെ ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഇൻക്ലൂസീവ്നെസ് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രോത്ത്. ദെൻ സസ്റ്റൈനബിലിറ്റി. എന്താ സസ്റ്റൈനബിലിറ്റി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? എൻഷുറിങ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. എൻവയോൺമെന്റലി എന്ത് ചെയ്യപ്പെടുക? സസ്റ്റെയിൻ ചെയ്യപ്പെടുക. എൻവയോൺമെന്റൽ സസ്റ്റൈൻമെന്റ് വേണം. ദെൻ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ത്രൂ ഇംപ്രൂവ്ഡ് ഹെൽത്ത്. ജനങ്ങൾക്ക് എൻവയോൺമെന്റിന്റെ സസ്റ്റൈനബിലിറ്റി പോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ അച്ചീവ് ചെയ്യപ്പെടുക. അതായത് മൂല്യവത്തായ ജനതയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. വെറും നമ്മൾക്ക് ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കൂടുതലാണ് അല്ലെ. അപ്പൊ പോപ്പുലേഷനെ തന്നെ വാല്യൂ ഉള്ള ജനതയാക്കിയിട്ട് മാറ്റുക, വാല്യബിൾ ആയിട്ടുള്ള ജനതയാക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുക. അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക, ന്യൂട്രീഷണൽ ഫെസിലിറ്റീസ്, അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുക, ഇൻഫോർമേഷൻ ടെക്നോളജി, അതായത് വളർന്നു വരുന്ന ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് അവരെയും മാറ്റിയെടുക്കുക. എന്നിട്ട് അവരെ ഒരു ഫുള്ളി വാല്യൂ ഉള്ള ജനതയാക്കിയിട്ട് വളർത്തുക. അതിനോടൊപ്പം തന്നെ സസ്റ്റൈനബിലിറ്റി, അതായത് വരും തലമുറക്കും കൂടെ നമ്മുടെ ഭൂമി ഇതേപോലെ ഒരു കേടുപാട് കൂടാതെ കൈമാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വേണം
നമ്മളുടെ വളർച്ച, എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരാൻ എന്നുള്ളതാണ് സസ്റ്റൈനബിലിറ്റി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഫാസ്റ്റർ, സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. അതിൽ എന്താണ് ഇൻക്ലൂസീവ്നെസ്, എന്താണ് സസ്റ്റൈനബിലിറ്റി എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ് നമ്മുടെ ഒരു പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു അനോദർ പ്ലാനിങ്ങിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വെക്കുന്നത് ക്രിയേഷൻ ഓഫ് നീതി ആയോഗ്. നീതി എന്ന് പറയുമ്പോൾ നാഷണൽ നീതി. നീതിയില് NITI ആണ് നീതി, അല്ലെ? നീതി. N സ്റ്റാൻഡ് ഫോർ നാഷണൽ, I സ്റ്റാൻഡ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻ, then T സ്റ്റാൻഡ് ഫോർ ട്രാൻസ്ഫോമിംഗ്, then I സ്റ്റാൻഡ് ഫോർ ഇന്ത്യ. അപ്പോൾ ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് നീതിയുടെ ഫുൾ ഫോം. നീതി ആയോഗ്. പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ഓൺ 15th of March 1950. 1950 മാർച്ച് 15-നാണ് നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ, ഇന്ത്യക്ക് ഒരു 5 year പ്ലാൻ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, 5 year പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 1950 മാർച്ച് 15-ന് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നു. എന്നാൽ ഒരു ക്യാബിനറ്റ് റെസൊല്യൂഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യപ്പെട്ടത്? റീപ്ലേസ്ഡ് ബൈ നീതി ആയോഗ്. നീതി ആയോഗിനാൽ എന്ത് റീപ്ലേസ് ചെയ്യപ്പെട്ടു? 1915 സെറ്റപ്പ് ചെയ്തിട്ടുള്ള പ്ലാനിംഗ് കമ്മീഷൻ എന്ത് ചെയ്യപ്പെട്ടു? റീപ്ലേസ് ചെയ്യപ്പെട്ടു. ദെൻ 2015 1st ജനുവരിയിലാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത്. 2015 ജാനുവരി 1st നീതി ആയോഗ് നിലവിൽ വരുന്നു. 1950 മാർച്ച് 15-ന് നിലവിൽ വന്ന പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ആര് നിലവിൽ വരുന്നത്? നീതി ആയോഗ് നിലവിൽ വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കേട്ടോ. Then planning commission played a predominant role in determination of annual plans and transfer of plan funds to state government, a work now being undertaken by Ministry of Finance. അപ്പോൾ ഈ ഒരു പ്ലാനിംഗ് കമ്മീഷന് ഈ ഒരു 5 year പ്ലാൻസ് ചുമതലപ്പെടുത്തുക എന്നതിനപ്പുറം പല ഫങ്ഷൻസും ആര് നിർവഹിച്ചിട്ടുണ്ടായിരുന്നു? പ്ലാനിംഗ് കമ്മീഷൻ നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? predominant role in determination of annual plans and transform of പ്ലാൻ ഫണ്ട്സ്. പ്ലാൻ ഫണ്ടിനെ എന്ത് ചെയ്യപ്പെടണം? ട്രാൻസ്ഫോം ചെയ്യപ്പെടണം. ആനുവൽ പ്ലാൻസ് സെറ്റപ്പ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് ആരിലേക്കും കൂടെ എത്തിക്കേണ്ടതുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കും ലോക്കൽ ഗവൺമെന്റിലേക്കും ഒക്കെ എത്തിക്കപ്പെടേണ്ടതുണ്ട്, അല്ലെ? ഇതിലൊക്കെ ഒരു പങ്ക് വഹിച്ചിരുന്നത്, ഈ ധർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നത് ആരായിരുന്നു? പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു. പിന്നെ അത് ആരിലേക്ക് മാറി? മിനിസ്ട്രി ഓഫ് ഫിനാൻസിലേക്ക് പോവാണ് ചെയ്യപ്പെട്ടുള്ളത്. നീതി ആയോഗ് വന്നതോടുകൂടി മിനിസ്ട്രി ഓഫ് ഫിനാൻസിലേക്ക് ഇത്തരം ഫങ്ഷൻസ് ഒക്കെ ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു. എന്താണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ടൈപ്പ് ഓഫ് പ്ലാനിംഗ് where local organizations and institutions formulate, adopt, execute actions and supervise the plan without interference by the central body of powers. അപ്പോൾ സെൻട്രൽ ബോഡിയിലുള്ള ഒരുപാട് പവേഴ്സ്, ഈ പവേഴ്സിന്റെ ഒന്നും ഇന്റർഫിയറൻസ് കൂടാതെ എന്ത് ചെയ്യപ്പെടാം? പ്ലാൻസ് ലോക്കൽ ഓർഗനൈസേഷന്, ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പ്ലാനിങ് ഫോർമുലേറ്റ് ചെയ്യാനും അഡോപ്റ്റ് ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് കൊടുക്കുന്നതാണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതായത് യൂണിയൻ ഗവൺമെന്റിന് ഇന്ന പവർ, സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇന്ന പവർ, ലോക്കൽ അതോറിറ്റീസിന് ഇങ്ങനെ ഇത്തരത്തിലുള്ള പവേഴ്സ് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്? യെസ്, അവർക്ക് അത് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിയൻ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അതോറിറ്റിയിൽ ഇടപെടില്ല. നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിന്റെ അതോറിറ്റിയിൽ ആരും ഇടപെടില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ്സും ഇടപെടില്ല, സെൻട്രൽ ഗവൺമെന്റ്സും ഇടപെടില്ല. അവർക്കൊക്കെ അവരുടെ തലത്തിൽ നിന്ന് ആക്ട് ചെയ്യപ്പെടാനുള്ള ഒരു റൈറ്റ് കിട്ടുകയാണ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിയാണ് സജസ്റ്റഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ടു പ്രിപ്പയർ പെർസ്പെക്ടീവ് ഡെവലപ്മെന്റ് പ്ലാൻ ഫ്രം ദി ലോവസ്റ്റ് യൂണിറ്റ് ഓഫ് ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് മീറ്റിംഗ് ദി ഫെൽറ്റ് നീഡ്സ് ഓഫ് സെക്ഷൻസ് ആൻഡ് ഓൾ റീജിയൻസ് ഓഫ് എ കൺട്രി. അപ്പൊ നമുക്ക് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഭരിക്കപ്പെടുമ്പോൾ നമ്മുടെ എല്ലാ റീജിയനിലേക്കും ഒരുപോലെ എത്തണമെന്നില്ല. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് തൊട്ടു താഴെയുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് ചെയ്യപ്പെടും? ഒരുപാട് അതോറിറ്റീസ് ഏൽപ്പിക്കും. ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യും? അതിന് താഴെയുള്ള നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ്, ബ്ലോക്സ് പോലുള്ള കോർപ്പറേഷൻസ് പോലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിലേക്ക് ചില പവേഴ്സ് കൈമാറും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഫക്റ്റീവ് ആയിട്ട് എല്ലാ റീജിയനെയും നോക്കി കണ്ടിട്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഫോർമുലാസ്, പോളിസീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യ എക്കണോമിക് പ്ലാനിങ്
adopted to say the decentralized planning with the launch of the first 5-year plan. 1951 ഫസ്റ്റ് 5-year plan ലോഞ്ച് ചെയ്തതോടുകൂടി ഇന്ത്യ ഇതിലേക്ക് മാറി, ഒരു സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്നുള്ള ആ ഒരു പ്രൊസീജിയറിലേക്ക് ഇന്ത്യ മാറുകയാണ് ഉണ്ടായത്. Following the community development phase, the Panchayati Raj phase, special program phase, the district planning phase, and the Panchayati Raj revival phase, the country has become prepared for decentralized planning. ഇത്തരത്തിൽ ഇന്ത്യ ഒരുപാട് പ്രൊസീജിയേഴ്സിലൂടെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻമെന്റ് വരുത്തുകയും 73-ാമത്തെയും 74-ാമത്തെയും അമെൻമെന്റിലൂടെ എത്തിച്ചേർന്നിട്ട് ഒരു പഞ്ചായത്തി രാജ് സിറ്റുവേഷനിലേക്ക് മുനിസിപ്പാലിറ്റീസിനെയും കോർപ്പറേഷൻസിനെയും പഞ്ചായത്തിനെയും ഒക്കെ കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിലേക്ക് ഇന്ത്യ എത്തിപ്പോവുകയാണ്. അതിന് ഇന്ത്യ ഒരുപാട് ഫേസസ് കടന്നു പോയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ഫേസസിലൂടെ ഇന്ത്യ കടന്നു പോയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഫേസ് ഉണ്ടായിരുന്നു, പഞ്ചായത്തി രാജ് ഫേസ് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ പ്രോഗ്രാം ഫേസ്, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ഫേസ്, പഞ്ചായത്തി രാജ് റിവൈവൽ ഫേസ്, ഇത്തരത്തിൽ ഒരുപാട് പ്രൊസീജിയറിലൂടെ കടന്നാണ് ഇന്ത്യ ഫുള്ളി ആയിട്ടുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിൽ ഇന്ത്യ എത്തിച്ചേർന്നത്. Okay, look, in India, democratic decentralization has been identified with Panchayati Raj. Although Panchayati Raj, democratic decentralization adopted ചെയ്തത് പഞ്ചായത്തി രാജ് കൂടിയാണ്, പഞ്ചായത്തി രാജ് ഇംപ്ലിമെന്റ് ചെയ്തതോട് കൂടിയാണ്. എങ്കിൽ കൂടി പഞ്ചായത്തി രാജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി കൺട്രി സൂൺ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഡ് നോട്ട് പ്രൊവൈഡ് കമ്പൽസറി പ്രൊവിഷൻ ഫോർ ഇറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നതോട് കൂടിയിട്ടാണ് പഞ്ചായത്തി രാജിന് ഒരു പോപ്പുലാരിറ്റി കിട്ടുകയും അതിന് ഒരു വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയായിട്ട് അംഗീകരിക്കുകയും ചെയ്തത്. There are 4 major dimensions of decentralization. ഏതൊക്കെയാണ്? ഫങ്ഷണൽ ഡയമെൻഷൻ ഉണ്ട്, ഫൈനാൻഷ്യൽ ഡയമെൻഷൻ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഡയമെൻഷൻ ഉണ്ട്, പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഉണ്ട്. ഇങ്ങനെ എല്ലാതും കൂടെ ഇത്തരത്തിലുള്ള ഫങ്ഷൻസ്, ഇത്തരത്തിലുള്ള എല്ലാ ഡയമെൻഷൻസും ചേർന്നിട്ടാണ് എന്ത് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടത്. ഓക്കെ, ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്തി രാജിന്റെ ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ വരുന്നത്. 73rd and 74th അമെൻമെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. 73rd and 74th അമെൻമെന്റ് ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാവ് പുട്ട് ന്യൂ ലൈഫ് ഇൻ ടു decentralized planning by strengthening the Panchayati Raj institution through കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ്. അപ്പൊ നമുക്കൊരു ഭരണഘടനാ പദവി കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇപ്പൊ പഞ്ചായത്തി രാജിന് 73-ാമത്തെയും 74-ാമത്തെയും അമെൻമെന്റില് പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ് കിട്ടുകയാണ് ചെയ്യുന്നത്, ഭരണഘടനാ പദവി കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യ എന്ത് ചെയ്യപ്പെട്ടു? 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് 1992 ഡിസംബറിൽ ഇന്ത്യൻ പാർലമെന്റിൽ പാസ് ചെയ്യപ്പെട്ടു. 1992 ഡിസംബർ, ഓർത്തിരിക്കുക, 1992 1992 ഡിസംബറിലാണ് 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പാസ് ചെയ്യപ്പെട്ടത്. Though these amendments, local self-government was introduced in rural and urban India. The act came into force as the Constitution Act 1992, 73rd Amendment, Constitution Act 1992 on April 24th, 1993, and the Constitution 74th Amendment Act 1992 on June 1st, 1993. ഇതൊക്കെ ഇൻഫോഴ്സ് ആയിട്ട് into ഫോഴ്സിലേക്ക് വന്നത് എന്താണ്? 73rd അമെൻമെന്റ് 1993 ഏപ്രിൽ 24-നും 1993 ജൂൺ 1-ന് 74th അമെൻമെന്റും നിലവിൽ വരികയുണ്ടായി. 1992-ലാണ് ഇത് പാർലമെന്റിൽ എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളത്? പാസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 1992-ല് 73-ാമത്തെയും 74-ാമത്തെയും ഭരണഘടനാ ഭേദഗതികൾ ഇന്ത്യൻ പാർലമെന്റിൽ പാസ് ചെയ്യപ്പെട്ടു. അത് നിലവിൽ ഈ പാസ് ചെയ്യപ്പെട്ട അമെൻമെന്റ് നിലവിൽ വന്നത് എന്താണ്? 1993 ഏപ്രിൽ 24-നാണ് 73-ാമത്തെ അമെൻമെന്റ് എന്ത് ചെയ്യപ്പെട്ടത്? ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടത്. 1993-ൽ തന്നെ ജൂൺ 1-നാണ് 74-ാമത്തെ അമെൻമെന്റും ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടത്. ആർട്ടിക്കിൾസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുന്നത് അത്യാവശ്യമാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കേരളയുടെ കേസിലേക്കാണ് വരുന്നത് കേട്ടോ. Kerala's achievements in the decentralized planning can be used as a good example to look at the process of micro planning in other states of India. എല്ലാ കാര്യത്തിലും ഇപ്പൊ കേരളം എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്പർ 1 തന്നെയാണ് അല്ലെ. എല്ലാ കേസ് എടുത്ത് നോക്കുകയാണെങ്കിലും കേരളത്തിനെ നമുക്ക് ഒന്നാമതായിട്ട് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന്റെ കേസിലും ഇന്ത്യനെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് മറ്റു സ്റ്റേറ്റ്സിന് കാണാൻ പറ്റും. Kerala made its first attempt to decentralize the power to local level democratic institution early in 1957. 1957 മുതൽ ഇന്ത്യ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന്റെ പ്രൊസീജിയറിലേക്ക് മാറിയിട്ടുണ്ട്. 1961-ലാണ് കേരള പഞ്ചായത്ത് ആക്ട്
ആര് പാസ് ചെയ്യപ്പെടുന്നത്? കേരള സ്റ്റേറ്റ് അസംബ്ലി പാസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നോക്കണം, നമുക്ക് 73-ാമത്തെയും 74-ാമത്തെയും ഒക്കെ അമെന്റ്മെന്റ് വരുന്നത് 1992-ലൊക്കെയാണ്. അതിനു മുമ്പ് തന്നെ 1961-ൽ തന്നെ ഇന്ത്യ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? കേരള പഞ്ചായത്ത് ആക്ട് നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടെ ഫോർവേഡ് ആയിട്ട് തിങ്ക് ചെയ്തു അല്ലെ? ഓക്കെ, ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡിസ്ട്രിക്ട് കൗൺസിൽസ്. അപ്പൊ നമുക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് പവർ കൈമാറുന്ന ഡിസ്ട്രിക്ട് കൗൺസിൽസ് 1987-ൽ തന്നെ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? 73-ാമത്തെയും 74-ാമത്തെയും അമെന്റ്മെന്റ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ത് ചെയ്യപ്പെട്ടു? കേരള പഞ്ചായത്തി രാജ് ആക്ട് 1994-ൽ ഭരണഘടനാ അനുമതിയോട് കൂടിയിട്ട് പാസ് ചെയ്യപ്പെട്ടു. അപ്പൊ 2 years later ദി ഗവൺമെന്റ്, അതായത് അറിയാം ആ സമയത്ത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആയിരുന്നു നമുക്ക് കേരളത്തിൽ ഭരിച്ചിരുന്നത്, ലോഞ്ച്ഡ് പീപ്പിൾസ് പ്ലാനിംഗ് ക്യാമ്പയിൻ ഫോർ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷന് വേണ്ടി ഒരു പീപ്പിൾ പ്ലാനിംഗ് ക്യാമ്പയിൻ തന്നെ ആര് നടത്തി? അന്നത്തെ LDF ഗവൺമെന്റ് നടത്തുകയുണ്ടായി. ദെൻ നോക്കൂ, ഈ ഒരു പ്ലാനിങ്ങിന് ശേഷം decentralized planning was launched 9th 5-year plan consequent to the enactment of Kerala Panchayati Raj Act and the Kerala Municipality Act and the constitutional amendments. The basic concept എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ തന്നെയാണ്. EMS നമ്പൂതിരിപ്പാട് മുതൽ അങ്ങോട്ട് വന്ന നമ്മളുടെ കേരള ഗവൺമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യപ്പെട്ടു? പഞ്ചായത്തി രാജിന് ഊന്നൽ നൽകിക്കൊണ്ട് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ആശയം മുന്നോട്ട് വെക്കുകയുണ്ടായി. ഓക്കെ, 1957-ലാണ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റി സെറ്റ് ചെയ്തത്. കേരള ഗവൺമെന്റ് സെറ്റ് ചെയ്തത്, കേരള സ്റ്റേറ്റിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് സെറ്റ് ചെയ്യപ്പെട്ടു. ദി ഹെഡ് ഓഫ് ദി റിഫോം കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന EMS നമ്പൂതിരിപ്പാട് തന്നെയായിരുന്നു. ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മിറ്റി റെക്കമെൻഡഡ് ക്ലിയർ മെഷേഴ്സ് ഫോർ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ. നമ്മുടെ കേരള സ്റ്റേറ്റിൽ ഡിസ്ട്രിക്ട്സ് ഉണ്ട് അല്ലെ? അപ്പൊ ഈ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് എന്ത് ചെയ്യപ്പെടേണ്ടതുണ്ട്? നമ്മളുടെ ഭരണം കൈമാറേണ്ടതുണ്ട്. എങ്കിലേ നമുക്കൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഭരണം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളത് കേരളം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പൊ ആ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഗവേണൻസ് ഓഫ് പഞ്ചായത്ത് സിസ്റ്റം നിലവിൽ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ദി പഞ്ചായത്ത് ആക്ട് ഓഫ് 1960 റെക്കമെൻഡഡ് ദി ഡിവിഷൻ ഓഫ് ലോക്കൽ ബോഡീസ് ഡിപ്പാർട്ട്മെന്റ് ഇൻടു പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും മുനിസിപ്പാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും ഈസി അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട്, അതായത് മുനിസിപ്പാലിറ്റീസ് കുറച്ചും കൂടെയൊക്കെ വികസനമല്ല, കുറച്ചും കൂടെയൊക്കെ ഒരു എന്താണ് ടൗൺ ഏരിയാസിലെ മുനിസിപ്പാലിറ്റീസും കുറച്ചും കൂടി ഉള്ളോട്ടുള്ള ഏരിയാസിലൊക്കെ പഞ്ചായത്തും നിലവിൽ വരികയാണ്. അപ്പൊ അവരുടെയൊക്കെ ഭരണം പഞ്ചായത്തിനെയും മുനിസിപ്പാലിറ്റിനെയും എന്ത് ചെയ്യപ്പെടുകയാണ്? ഏൽപ്പിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. ഇനി therefore culminated in a massive pupils campaign for the ഇപ്പോൾ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആണ് ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന്റെ പ്രാധാന്യം എടുത്തുകൊണ്ട് ആ ഒരു പ്രാധാന്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ക്യാമ്പയിൻ ഒക്കെ അന്ന് LDF ഗവൺമെന്റ് നടത്തുകയുണ്ടായി. അങ്ങനെ എന്ത് ചെയ്യപ്പെടുകയാണ്? ഡീസെൻട്രലൈസേഷൻ വേണം, ഡീസെൻട്രലൈസേഷന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും എന്താണെന്നും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും അതെങ്ങനെ ജനങ്ങളെ നല്ല രീതിയിൽ ബാധിക്കുമെന്നൊക്കെ അവർക്കൊരു ജനങ്ങളെ ബോധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു അന്നത്തെ LDF ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് അനോദർ ഇപ്പൊ ഈ ഒരു ക്യാമ്പയിന് പുറമെ നമ്മുടെ ഡീസെൻട്രലൈസേഷന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഡീസെൻട്രലൈസേഷൻ മുന്നോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അനോദർ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് എ ന്യൂ അജണ്ട വാസ് ദി ഹോൾഡിംഗ് ഓഫ് ഇന്റർനാഷണൽ കോൺഗ്രസ് ഓൺ കേരള സ്റ്റഡീസ് ഇൻ 1995. ഇപ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസ് ഓൺ കേരള സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർനാഷണൽ കോൺഗ്രസ് 1995 നടത്തുകയുണ്ടായി. അതേപോലെ തന്നെ പീപ്പിൾസ് റിസോഴ്സ് മാപ്പിംഗ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുകയുണ്ടായി. അത് 25 പഞ്ചായത്തുകളിലൊക്കെയാണ് അത് എക്സ്പെരിമെന്റ് ടെസ്റ്റ് ആയിട്ട് എടുത്തത്. പിന്നീട് അത് വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ റിയൽ വാട്ടർഷെഡ് കേരള ഡിസെൻട്രലൈസേഷൻ പ്രോസസ് ആൻഡ് പ്ലാനിംഗ് ബിഗിൻസ് ഫ്രം മിഡ് 1996 മുതലാണ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് LDF എന്ന് പറയുന്നത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച രീതിയിൽ പഞ്ചായത്ത് രാജിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പിന്നീട് നമ്മളുടെ LDF ഗവൺമെന്റ് ഒരുപാട് ശ്രമകരമായിട്ടുള്ള ദൗത്യങ്ങൾ നടത്തുകയുണ്ടായി എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നേരത്തെ തന്നെ കേരള ഗവൺമെന്റ് 1992-ലൊക്കെ ഈ ഒരു ആക്ട് പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ 1960s മുതൽ ഇങ്ങോട്ട് 1960യുടെ ഒരു പകുതിയോട് മുതൽ ഇങ്ങോട്ട് ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഒരുപാട് സ്റ്റേറ്റ് ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ഒരുപാട് ക്യാമ്പയിൻസ് നടത്തി പോന്നിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നോക്കൂ, ദി ഇമ്പോർട്ടന്റ് ലാൻഡ്മാർക്ക് ഡ്യൂറിംഗ് ദി 9th 5-year പ്ലാൻ ഇൻക്ലൂഡ് ട്രാൻസ്ഫർ ഓഫ് പവേഴ്സ്,
functions, institutions and staff to local governments initiated in October 1995 and completely by July 2000. അപ്പോൾ 1995 സ്റ്റാർട്ട് ചെയ്തിട്ട് 2000-ലാണ് ഇത് ഈ ഒരു പവേഴ്സും ഫങ്ഷൻസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ എന്ത് ചെയ്യപ്പെടാണ് ഈ ഒരു കൈമാറ്റം ചെയ്യല് ഈ ഒരു ട്രാൻസ്ഫർ ചെയ്യല് എൻഡ് ചെയ്യുകയുണ്ടായത്. അപ്പോൾ ദിസ് ട്രാൻസ്ഫേർഡ് ഒഫീഷ്യൽസ് were given a dual responsibility and accountability to both PRIs and the line departments for execution for their respective plan programs. അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ സംബന്ധിച്ച് അവരിലേക്ക് എന്ത് ചെയ്യപ്പെടേണ്ടത് ഇന്ന കടമകൾ അവരിലേക്ക് എത്തിക്കപ്പെടുകയും ആ കടമകൾ ഇനി മുതൽ അത് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് ആരാണ്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് ആണ്. മുനിസിപ്പാലിറ്റീസിലേക്ക് അവരുടേതായിട്ടുള്ള ദൗത്യങ്ങൾ എത്തിച്ചു, പഞ്ചായത്തിലേക്ക് അവരുടേതായിട്ടുള്ള ദൗത്യങ്ങൾ എത്തിച്ചു. ഇനി ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കാണ് എല്ലാ ദൗത്യങ്ങളും അവരുടെ ദൗത്യങ്ങൾ ചെയ്യേണ്ടത് ആരാണ്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് ആണ് എന്നുള്ള ആ ഒരു ഉത്തമ ബോധത്തിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചു. A decision to devolve 35 to 40% of the plan funds to local governments. അപ്പോൾ പ്ലാൻ ഫണ്ടിന്റെ 35% മുതൽ 40% ഫണ്ടും ആരിലേക്ക് എത്തിച്ചു? ലോക്കൽ ഗവൺമെന്റ്സിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു അനൗൺസ്മെന്റ് 1996 ജൂലൈയിൽ ഉണ്ടായി. Around 90% of this was devolved with the condition that at least 30% should be spent on productive sectors. അപ്പം 30% ഈ ഫണ്ട് വിനിയോഗിക്കേണ്ടത് 30% എന്ത് ചെയ്യപ്പെടണം? പ്രൊഡക്റ്റീവ്. 30% കൂടിയാൽ കുഴപ്പമില്ല, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സിലേക്ക് എന്ത് ചെയ്യപ്പെടണം? 30% അല്ലെങ്കിൽ അതിൽ കൂടുതലോ എന്തായാലും മിനിമം 30% പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സിലേക്ക് നീക്കി വെക്കണം. ഇനി ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഫണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും 30% കൂടാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് 10% എന്ത് ചെയ്യപ്പെടണം? വിമന്റെ ഡെവലപ്മെന്റ് പ്രോഗ്രാംസിലേക്ക് മാറ്റി വെക്കണം. ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൈറ്റീരിയൻസ് ഇട്ട് കൊടുത്തു സ്റ്റേറ്റ് ഗവൺമെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു. ഓക്കെ, then restructuring of the Kerala Panchayati Raj Act and the Kerala Municipality Act in 1999. പിന്നീട് ഈ ഒരു 1992 വന്നിട്ടുള്ള ഈ ഒരു അമെന്റ്മെന്റിന് ശേഷം 1999 എന്ത് ചെയ്യപ്പെടാണ്? കേരള പഞ്ചായത്തി രാജ് ആക്ടും കേരള മുനിസിപ്പാലിറ്റി ആക്ടും ഒക്കെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യപ്പെടുകയുണ്ടായി. ദി അമെന്റ്മെന്റ് ഓഫ് കേരള പഞ്ചായത്ത് ആക്ട് in 1999 provide the statutory framework for creating functional, financial and administrative autonomy at the level of the third stratum of government. Third stratum എന്ന് പറയുമ്പോൾ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്, പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റീസിനും ഒക്കെ സ്റ്റാറ്റ്യൂട്ടറി പദവി എന്ത് ചെയ്യപ്പെടാണ്? 1999 കേരള പഞ്ചായത്ത് ആക്ട് ത്രൂ കിട്ടുകയാണ്. കുറച്ചും കൂടെ ഒന്ന് അവരെ എന്ത് ചെയ്യപ്പെടിപ്പിക്കുക? എംപവർ ചെയ്യിപ്പിക്കുകയാണ് ഈ ഒരു ആക്ടിലൂടെ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ കേരള പഞ്ചായത്തി രാജ് അമെന്റ്മെന്റ് ആക്ട് 1999 എന്ത് ചെയ്യപ്പെടാണ്? Panchayati Raj Kerala Panchayati Raj Act 1999 Act has taken care of almost all aspects of the process of decentralization. അങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി പദവി കിട്ടി എല്ലാ രീതിയിലും ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ എംപവർ ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് മാറി. ഇനി ഇതിന്റെയൊക്കെ ഒരു നോട്ടബിൾ ഫീച്ചേഴ്സ്, ഈ ഒരു ആക്ടിന്റെ 1999 നോട്ടബിൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഗ്രാമസഭ, നമ്മുടെ ഗ്രാമസഭയെ സ്ട്രെങ്തൻ ചെയ്യിപ്പിച്ചു. Then changes in the structure of Panchayat, both in terms of number of constituencies and in terms of committees. Committees-ന്റെ എണ്ണം കൂട്ടി, കോൺസ്റ്റിറ്റ്യുവൻസിയുടെ എണ്ണം കൂട്ടി. Then ഒരു ട്രാൻസ്പെറൻസി അവിടെ എന്ത് ചെയ്യപ്പെടും? സുതാര്യതയൊക്കെ കൊണ്ടുവന്നു. The new institutions, ombudsman പോലുള്ള appellate tribunals പോലുള്ള കൺസ്യൂമേഴ്സിനെയും കൂടെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെയൊക്കെ അവരുടെ പരാതികളൊക്കെ പരിഗണിക്കുന്ന ട്രിബ്യൂണൽസ് ഒക്കെ വന്നു. ന്യൂ സിസ്റ്റം ഓഫ് ഓഡിറ്റിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. Then more decision making power to elected functionaries, elected ആയിട്ടുള്ള വ്യക്തികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റി. Then wider people's participation കൊണ്ടുവന്നു. ഇത്തരത്തിൽ ഒരുപാട് ഇത്തരം ആക്ടിന് ഒരുപാട് പുതിയ പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ ഒരു ആക്ടിന് കഴിഞ്ഞു. ഓക്കെ, ഇനി അണ്ടർ ദി 10th 5-year plan, decentralization program in Kerala was restructured and renamed കേരള ഡെവലപ്മെന്റ് പ്ലാൻ. അപ്പൊ 10th 5-year പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഈ ഒരു ആക്ട് എന്തായി? കേരള ഡെവലപ്മെന്റ് ആക്ട് ആയിട്ട് അല്ലെങ്കിൽ കേരള ഡെവലപ്മെന്റ് പ്ലാൻ ആയിട്ട് മാറി. അപ്പൊ 11th 5-year പ്ലാൻ പീരീഡിൽ ഉണ്ടായ മെയിൻ ആയിട്ടുള്ള ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് എൻ്റെ പ്രോസസ് വാസ് റീവാംപ്ഡ് ബൈ ഗിവിംഗ് സ്ട്രെസ് ഓൺ ദി കോൺസെപ്റ്റ് ഓഫ് പീപ്പിൾസ് പ്ലാനിങ് എന്നുള്ള ആശയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. കംപ്ലീറ്റ്ലി പീപ്പിൾസ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ആശയത്തിലെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. Then 12th 5-year plan approach envisaged some concrete steps to strengthen the planning process with the use of information technology.
IT പോലുള്ള കാര്യങ്ങൾ വരികയും നമ്മളുടെ എല്ലാതും എന്ത് ചെയ്യാണ് ഡിജിറ്റലൈസ്ഡ് ആവുന്നത് 12th 5-year പ്ലാനോട് കൂടിയിട്ടാണ്. എല്ലാ പേപ്പർ പെൻ മോഡിൽ നിന്ന് മാറിയിട്ട് എല്ലാം IT-യുടെ വരവോട് കൂടിയിട്ട് ഡിജിറ്റലൈസ്ഡ് ആവുകയാണ് 12th 5-year പ്ലാൻ ചെയ്തത്. നമ്മൾ അക്ഷയ സെന്റേഴ്സ് ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, നോക്കൂ, ഇനി ഇതിന്റെ ഒരു പ്രൊസീജിയർ നോക്കൂ. നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ, ദെൻ സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ട്, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റീസ് ഉണ്ട്. ഈ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റീസിൽ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻസ് ഉണ്ട്, മുനിസിപ്പാലിറ്റീസ് ടൗൺസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെയും തിരിച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ടൗൺ പഞ്ചായത്ത്. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് അങ്ങനെ മൂന്നാക്കിയിട്ടും തിരിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു മോസ്റ്റ് ഓഫ് ഇതിന്റെ ഒരു എൻഡിങ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്. നാഷണൽ എങ്ങനെയാണ് ഡീസെൻട്രലൈസേഷൻ വരുന്നത്? നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ, സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷൻ, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി. ഈ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയെ തന്നെ നമുക്ക് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ആയിട്ട് തിരിക്കാം. അതേപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ടൗൺ പഞ്ചായത്ത് ഇങ്ങനെയും തിരിക്കും. ഓക്കെ, ഇന്നത്തെ ഈ ഒരു എക്കണോമിക് റിസർച്ച് ഓഫീസറിന്റെ എക്കണോമിക്സ് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള എക്കണോമിക്സിന്റെ ഫസ്റ്റ് സെഷൻ ആണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഭാഗങ്ങളുമായിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. താങ്ക് യു ഫോർ ലേണിംഗ്.